അയ്യോ വാട്സപ്പ് ബോയ്സ് ആൻഡ് ക്ലിയർ ആകാശിൻ്റെ പുതിയ ലൈവ് സ്ട്രീമിലേക്ക് സ്വാഗതം. 50 പേര് ഇറങ്ങണതിൽ ഞാൻ 20 കില്ലിന് പുറത്തിറക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ സൂപ്പർ ചാറ്റിലൂടെ പൈസകൾ വാരിക്കൊയ്യണം. സോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ 50 കില്ലിൽ എന്തായാലും 20 പുറത്ത് എന്തെങ്കിലും കില്ലെടുത്തിരിക്കും. അതാണ്ട് എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങുന്നത് എൻ്റെ കോൺഫിഡൻസ് ലെവൽ ആലോചിച്ചത് ഞാൻ ചെത്തെന്നാണ് ടാസ്റ്റ് തന്നെ. അങ്ങനെ വീഴുന്നോനെടാ ക്ലിയർ ആകാശ് ചാവും അവിടെ കടാ. ഉറങ്ങ് നിന്നെ ഉറക്കി ഞാൻ. സോ ഈസ് ഇവിടെയൊക്കെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പൊടി പോലും കിട്ടുക. കാരണം ടക്കിനാണ് നമ്മൾ അടിച്ചിട്ട് നമുക്കൊന്നും കാണാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാല വെറുതെ അടിക്കുന്നത്. കിട്ടി നല്ല കിട്ടി. കൂട്ടാ നില്ല് ഡാടാ അമ്പട സൗദ ഓടുന്നു. ഈ ഫ്രീ ഫയറിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുത്തനടിക്കും. നമ്മൾ തിരിച്ചടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ അടുത്ത ബാഹുബലി 2 ഇറങ്ങുമ്പോൾ കണ്ടാൽ മതി. അവനൊന്നും പിന്നെ കിട്ടൂല്ല. ഒരു പൊട്ടന്മാരാണ് ഇവിടെ ഇതിൽ കളിക്കുന്നവരെല്ലാം പൊട്ടന്മാരാണ്. ഫ്രീ ഫയർ കളിക്കുന്നവന്മാരെ ഒന്നെങ്കിൽ ഒരു അടി ഇട്ട് കഴിഞ്ഞ് തിരിച്ചടിക്കാനുള്ള ഇത് വേണം, അല്ലെങ്കിൽ അടിക്കാൻ നിൽക്കല്. ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് അടിക്കുന്നതിനാണ്. ഞാനൊക്കെ നേരാണ്. ഇവന്മാരൊക്കെ 2 അടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഓടിക്കളയും. പിന്നെ നോക്കണ്ടത് ഇവിടുത്തെ വരുന്നത് ഞാൻ ഇതാ ഷോർട്ട് ഗണ്ണൊക്കെ അടിച്ച് അങ്ങ് പോവോ. മണ്ടത്തിനെ കാണിക്കില്ല കാശ് മാറ്റൂ ഗ്യാസ്. അവനങ്ങനെ ഞാൻ വിടുന്നില്ല. അതാണ്ടാ അളിയ 39 പേര് ഇനിയുണ്ട്. പക്ഷേ എൻ്റെ ഗെയിമിൻ്റെ പ്രത്യേകത എന്താണോ അതൊന്നും അറിയില്ല. പക്ഷേ എൻ്റെ കളി എല്ലാവരും ഇരുന്ന് കാണും. ഇതിൽ ചാവുന്നവരെന്നെ എനിക്ക് സൂപ്പർ ചാറ്റ് ചെയ്തിട്ട് പോടാ. ഞാൻ അത്രത്തോളം അടിച്ചില്ല എന്നാക്കും. നിൽക്കുന്നൊരു മഞ്ഞാപ്പണ്ടി. പക്ഷേ ഇതൊക്കെയാണ് അടിക്കണ്ട. അവനൊന്നും ചിന്തിക്കാൻ പറ്റില്ല. കണ്ടാ അപ്പം നല്ല ലൈക്ക് അടിച്ചിട്ട് പോയി. അവൻ്റെ കണ്ണിൽ പോലും പിടിക്കില്ല ഞാൻ വരുന്നത്. ഞാൻ മിന്നലാണ്. മിന്നലേ നെഞ്ചിലേ ഇനി ആരുമില്ലടേ തീർന്ന ഇവിടെ. പിന്നെ അതുപോലെ എനിക്ക് ഈ ഓടുന്നത് ഇഷ്ടമല്ലേ. ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കോട്ടയിൽ പോയി അടിക്കും. ബൈക്ക് വല്ലതുണ്ടെങ്കിൽ ഇപ്പോൾ ഇറങ്ങി ചാടി കയറി ഓടിയാണ്. അതേ ഇവിടെ അടി കിടക്കുന്നല്ലോ. അപ്പോൾ ഇവിടെ ഇനി ആൾക്കാരുണ്ട്. അവിടെ ചെന്ന് 2 മേഞ്ഞൊക്കെ മേയിട്ട് വരാം. ഇനി 37 പേരുണ്ട്. ഞാൻ പറഞ്ഞു വെച്ചാൽ എന്തായാലും 20 കില്ലിന് പുറത്ത് എന്തായാലും ഞാൻ അടിച്ചിരിക്കും. യാതൊരു മാറ്റമില്ല. തങ്കോ എங்கே പോടുന്നത് ചാവ്. അപ്പോൾ എന്താ ഉറങ്ങിയൊക്കെ ഇരിക്കുന്നു. വീട്ടിൽ പോയി കിടന്നുറങ്ങിപ്പോ. ഇനി ആരുണ്ട് എടാ? ഇതിൻ്റെ അകത്ത് ആരുണ്ട് കേട്ടാ? ഇതിൻ്റെ അകത്ത് കളിക്കുന്ന ആരുണ്ട്? കട തങ്കോ എങ്കെ പറ കണ്ട. ഇതാണ് ചാണക്യതന്ത്രം. ചില സമയത്ത് നമ്മൾ ഉറങ്ങിക്കിടന്ന് അടിക്കാം. കണ്ട എൻ്റെ കളി 3 പേരൊക്കെ അതിൻ്റെ അകത്തിരുന്ന് കാണണം. ഇവന്മാർ സൂപ്പർ ചാറ്റ് ചെയ്യും കേട്ടോ. നിനക്കും സൂപ്പർ ചാറ്റ് ചെയ്യാം യുനോ. എടാ ഇനി അടിയാണ്. ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 33 പേരുണ്ട്. ഈ 33 പേര് എന്തായാലും പ്രോ പ്ലെയർ ആയിരിക്കും. ഇപ്പോൾ ഒന്നാമത് പ്രോ അല്ലെന്നല്ല പറഞ്ഞു. പക്ഷേ ഇപ്പം വരണം ഇത് വിളിർത്തേ. ഇപ്പം ഞാൻ അവനുള്ള ബിരിയാണിയോട് കിട്ടും. ഇനി വരുന്നവർക്ക് നല്ല പ്രോ ആയിരിക്കും. പക്ഷെ അവന്മാർക്ക് എനിക്കൊന്നും വിഷയമില്ല. ഞാൻ ഏത് മൂഡ് അമ്പാനി മൂടാണ്. അടിച്ചടിച്ച് തൊലച്ചിളെ ബൈക്ക് എടുത്തുകൊണ്ട് പോയി. ഇവിടത്തെ എല്ലാം തീതാ. ഇവിടെ എങ്ങനെ നിറയും. ഇവിടെ 20 പേരേ ഉള്ളൂ. 20 ഞാൻ തൊലച്ചു. 20 ഞാൻ തൊലച്ചില്ല. കുറച്ച് പേരെ തൊലച്ചല്ലേ. ഞാൻ കുറച്ച് പേരെ അടിച്ച് ഉറക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എന്തായാലും 20 കില്ലിന് ഞാൻ എന്തായാലും പുറത്തെടുത്തിരിക്കും. 20 കില്ലിന് ഞാൻ പുറത്തെടുത്തിരിക്കും. റേഞ്ച് ആലോചിച്ച് നോക്ക്. എൻ്റെ റേഞ്ച് ആലോചിച്ച് നോക്കി. 10 പേരെ ഞാൻ കൊന്നു. 50 പേരെങ്കിൽ 10 പേരെ ഞാൻ കൊന്നിട്ടുണ്ട്. എന്തായാലും 20 ഞാൻ പുറത്തെടുക്കും. അങ്ങനെ എടുക്കണമെങ്കിൽ വണ്ടി എടുത്ത് അവന്മാരെ കോട്ടയിൽ പോകണം. ഒറ്റയ്ക്ക് പോകണം. എൻ്റെ റൈഡിങ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. കിഡിലും റൈഡിങ്ങാണ്. വണ്ടിക്ക് ഒരു ഡാമേജ് പോലും ഇല്ലാതെ ഞാൻ ശരിയാക്കി കൊടുക്കും. കണ്ട വണ്ടിയുടെ പകുതി ബൈക്ക് ഇരിക്കുക. അവിടെ ഇരിക്കുക. മാപ്പ് ചെറുതായിട്ടുണ്ട്. ഇനി വിഷയമില്ല. ഇനി നമുക്കൊരു കറക്കം. സോ ഗൈസ് ഇനി എൻ്റെ ഒരു നമ്മൾ പണ്ട് കുഞ്ഞുനാളിലൊക്കെ നിങ്ങൾക്കറിയാം നമ്മൾ കമ്പ്യൂട്ടർ ലാബിലൊക്കെ ഇന്ന് കളിക്കുന്നൊരു ഗെയിമുണ്ട്. അടിയ നീ സ്പീഡ് കൂട്ടി ഞാൻ വളയ്ക്കാം. ഓർമ്മയുണ്ടോ? അത് കാലഘട്ടത്തിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. നൊസ്റ്റാൾജിയ ഓർമ്മകൾ ടക ഓടിക്കളിക്കുമ്പോൾ ഇല്ല അത് നിങ്ങൾക്ക് തോന്നില്ലേ? 15 പേര് വരും. ആ 15 പേരിൽ നമ്മൾ ലാസ്റ്റ് ജയിക്കണം. അങ്ങനത്തെ വേണ്ടിയാണ്. ഇതാര് കമ്പനി മെസ്സേജ് അയച്ചിരിക്കണം? ആകാശേട്ടാ ഡ്രൈവിംഗ് കൊള്ളാമെന്നോ. താങ്ക്യൂടാ. ഇതൊക്കെ ചുമ്മാ ഇതൊക്കെ ഞാൻ വെറുതെ ചില സമയത്ത് ഇങ്ങനെ കളിക്കാറുണ്ടാ. ഏതോ ചെറുക്കനൊക്കെ മെസ്സേജ് അയച്ചതാ. നിനക്ക് ഓർമ്മ തോന്നിയാടാ നിൻ്റെ പഴയ കാലഘട്ടത്തിലേക്ക്? സീനി തന്നെയല്ലേ എൻ്റെ ചാട്ടങ്ങളൊക്കെ. ഇത്രയും പ്രോ പ്ലെയർ എന്ന് ഞാൻ പറയില്ല. പ്രോ റൈഡർ ആരെ കണ്ടിട്ടുണ്ട്? കണ്ട ഒരു ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവിടേക്ക് ഇടിച്ചേരിക്കളെ. ഒന്ന് പൊങ്ങാം. കണ്ട കറക്കിയിടിയുടെ ഞാൻ സത്യത്തിൽ സ്റ്റണ്ട് ചെയ്യേണ്ട ആളാണ്. ഗെയിമറല്ല, ഞാൻ സ്റ്റണ്ടിങ് ചെയ്യേണ്ട ആളാണ്. ബൈക്ക് എടുത്തോണ്ട് പോട്ടാ. ഒരു സൂപ്പർ ബൈക്ക് എടുക്കട്ടാ. സൂപ്പർ ചാറ്റ് ചെയ്യ്. സൂപ്പർ ബൈക്ക് ഇതാ. ഇനി ആരും ഇല്ല. ഇതാണ് പ്രശ്നമുണ്ട്. ഇവന്മാരൊക്കെ ഒളിച്ച് മറ്റേ കാലിൻ്റെ കൈ വെച്ചുകൊണ്ടിരിക്കുക.
ഒരുത്തിനും ആരുടെ വഴി മരം കൊണ്ട് വെച്ചിരിക്കണം. ഇവന്മാർ ഒരുത്തിനും കാണാൻ പറ്റില്ല, അന്ന് പ്രശ്നം പറയും. അല്ലെങ്കിൽ വഴിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ടക്കനോ അടിച്ചങ്ങ് ഇട്ട് കൊടുത്തിട്ട് പോകുന്നു. ഇതെന്താ പറയുക, ഇനി എൻ്റെ ഒരു സൂപ്പർ സാധനം കാണിച്ചാൽ ഈ വണ്ടി ഞാൻ കത്തിക്കും, എന്നിട്ട് ഞാൻ ഈ വണ്ടി എടുത്തിട്ട് പോകും. അതെന്താണെന്നൊക്കെ മനസ്സിലായ എടാ, ഇപ്പം ഇതിൻ്റെ ബാക്കിൽ നിന്ന് വരാൻ പോകണ ആരെന്നറിയാവോ? ആരാ ബാക്കിൽ നിന്ന് വന്നില്ലല്ലോ, വാടേ ഇതാണ്ട. ഇപ്പം ഇതുവഴി കുറേ എണ്ണം ഓടി വരും, ഇതാണ്ട ബാക്കിൽ നിന്ന് വരുന്നവനെ കണ്ട. ഇപ്പം ഇവൻ്റെ പേരാണ് ലെവൻ്റെ ബാഗിൽ നിന്ന് വേറൊന്ന് ഓടിക്കൊണ്ട് വന്നിട്ട് ബൈക്ക് എടുക്കാനുള്ള ശ്രമമായിരിക്കും. അപ്പോൾ ബൈക്ക് ഞാൻ കത്തിച്ച് കഴിഞ്ഞാൽ ആ ബൈക്ക് ആർക്കുമില്ല. ഇപ്പം നമുക്ക് പോകാം, ചുമ്മാ ഇവിടെ ചാവണത്തിന്. എടാ, നിങ്ങൾ ആലോചിക്കണം, 20 കില്ലിന് പുറത്ത് ഞാൻ എടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കളിയെ തുടങ്ങിയത്. 30 പേര്, എത്ര 29 പേരുണ്ട്. 10 കില്ല എഴുതേ കൊണ്ടിരുത്തെ. ഇതാ വന്ന് തങ്കോ ഇതല്ല ഇവിടെ ഇരിക്കുന്നത്. ഓടി അവിടെ ഇവന്മാർ എങ്ങനെയാണ് ഓടി തള്ളാൻ നോക്കണം. എൻ്റെ കയ്യിൽ നിന്ന് ഒരുത്തനും ഓടി രക്ഷപ്പെടില്ല. നിങ്ങൾ ആലോചിച്ച് കളിയാ, 12 ഇനി 26 പേരുണ്ട്. പക്ഷേ ഇതിൽ 6 പേര് എൻ്റെ ഗെയിം ഇരുന്ന് കാണുന്നു. റേഞ്ച് ആലോചിച്ച് നോക്ക്, എൻ്റെ പവർ ഗെയിം ആലോചിച്ച് നോക്ക്. യുനോ ആകാശേട്ട സൂപ്പർ ചാറ്റ് ചെയ്തിട്ടുണ്ട്, ഗൂഗിൾ പേയിൽ പൈസ അയച്ചിട്ടുണ്ട്. എടാ തങ്കോ, എൻ്റെ ഗെയിം ഇഷ്ടപ്പെട്ടെന്ന് അയച്ചാൽ വെറുതെ ഒന്നും അയക്കല്ലേ. ചാവ് കിടക്കണം. ഹെലികോപ്റ്ററൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ള ദേശം വന്ന്. ഇതൊക്കെയാണ് ഒതുക്കുന്നത്. ലാൻഡിങ് കണ്ട, അടി സാമ്രാജ്യം തകരുന്നത് വരെ അടി. എല്ലാത്തിനും തോലയ്ക്ക് ഞാൻ അവിടെ 2 പേരുണ്ട് കേട്ടോ. ചെന്ന് കയറി കൊടുക്കണം. ഞാൻ മിക്കവാറും അവിടെ 15 കില്ലായി. ഏതെന്ന് അടിക്കുന്ന ഒരുത്തൻ ചാവ്. 16 ചാവ്. 17 ഇനിയുമുണ്ടോ ഷേർഖാൻ? അവിടെ എന്തിട്ടാ, അവിടെ വാറ് നടക്കണം അവിടെ. എന്നാൽ ചാവ്, പെട്ടെന്ന് പെട്ടെന്ന് നിനക്കൊക്കെ എൻ്റെ കളി കാണാം. 6 പേരൊക്കെ ഇരുന്ന് എൻ്റെ ഗെയിം കാണും. ഏത് മൂഡ് എൻ്റെ പിറകിൽ നിന്നൊക്കെ അവനൊക്കെ അടിച്ചൊക്കെ ഇടണം കേട്ടോ. ഗുണ്ട് തീന്നു, ഗുണ്ടുമണി ഗുണ്ട് തീന്നു, ഗുണ്ട് അടി ചാവ്. സോ ഗൈസ്, 19 കില്ല്. ഞാൻ പറഞ്ഞു 20 കില്ലിന് എന്തെങ്കിലും കൊടുത്തു. ആരാ തീ കൊടുന്നേ. അവിടെ റേഞ്ച് കട്ടായതാണ് കേട്ടോ എനിക്ക്. അവൻ ചത്തിട്ടുണ്ട്. ചാവ്. സോ ഗൈസ്, 22 50 പേര് ഇറങ്ങിയാൽ 22 കില്ല് ഞാൻ അടിക്കുമെന്ന് പറഞ്ഞു. എവിടെ സൂപ്പർ ചാറ്റ് വഴി പൈസ എവിടെ? GP വഴി പൈസ എവിടെ? അത് ഞാൻ പറഞ്ഞു. ഇനി 7 പേരുണ്ട്. ഇനിയും 7 പേര്. ഇതാ ഇവിടെ 23 എണ്ണി അടിക്കും ഞാൻ. ഫൈനൽ ഫൈറ്റ്. സോ ഗൈസ്, ഫൈനൽ ഫൈറ്റ് എത്തിയിട്ടുണ്ട്. ഇനി 5 പേരേ ഉള്ളൂ. എന്നാൽ ഇവിടെ 24 25 ഇനി 3 പേരേ ഉള്ളൂ ഗൈസ്. വെറും 3 പേരും ഞാൻ. 26 എടാ 2 പേരുണ്ട്. 26 കില്ല് ഞാൻ അടിച്ച് വെച്ചേക്ക്. 2 പേരും ഞാനും. ഇനി ഉമ്മാർ പരസ്പരം അല്ല എവിടെയെങ്കിലൊക്കെ വീണ് ചാവുമോ, അത് എൻ്റെ അടുത്ത് വരുമെന്ന് തോന്നും. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ആ ഗൂഗിൾ പേ വഴി പൈസ അയക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കളികൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ് അടിക്കണം. ഈ ചാനൽ സബ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ബടിച്ചില്ല കളി കാണാം. കമോൺ ബേബി, ഫൈനലി ഐ ആം വിൻ. ഒന്നാമത്തെ കാര്യം, ഇവന്മാർ എൻ്റെ അടുത്ത് വന്നില്ല. ഇവന്മാരല്ലാതെ തന്നെ പോയി ചത്ത്. ഇതിവിടെ ഞാൻ ഓടണം. ജയിച്ചതിൻ്റെ സന്തോഷമാണ് കേട്ടോ ഗൈസ്. റാങ്കിങ് നമ്പർ 1 26 പേര്.